നമസ്കാരം. കൈരളിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ സഖാവ് എം സ്വരാജ്. നമസ്കാരം സഖാവേ. നമസ്കാരം. ഏതായാലും സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം തന്നെ കൈരളിയുടെ അഭിവാദനങ്ങൾ. എല്ലാ സന്തോഷവും, നന്ദി. മണ്ഡലത്തിലേക്ക് പോവുകയാണ്. അതെ. ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് താങ്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാനൊരു തുടക്കത്തിന് വേണ്ടി ചോദിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വത്തെ കമ്മ്യൂണിസ്റ്റുകാര് ഒരു ദൗത്യം, ഒരു ചുമതല ഏറ്റെടുത്തതായിട്ടാണ് കാണുക. അതിന്റെ കൂടെ സഖാവ് എന്തൊക്കെ കൂട്ടിച്ചേർക്കും? തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തനത്തിലെ പരമപ്രധാനമായ ഒന്നല്ല തെരഞ്ഞെടുപ്പ് മത്സരം. ചിലപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അങ്ങനെയും ഒരു നിയോഗം വരാം. അതൊരു പാർട്ടി ചുമതല, പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം, പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത്. തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ തന്നെ ഒരു കാലത്തും അങ്ങനെ വ്യക്തിപരമായി സ്ഥാനാർത്ഥിയാകുന്നതും മറ്റും പ്രചോദനം കൊള്ളിച്ചിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഞാനിതിനു മുൻപും മത്സരിച്ചിട്ടുണ്ട്, LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് ഒരു പക്ഷേ അടുത്ത നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുൻപ് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനിടയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത് ഒട്ടുവളരെ പേർ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇടതുപക്ഷക്കാർ മാത്രമല്ല, പല കാര്യങ്ങളും ഇടതുപക്ഷത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവരും ചില വേള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും പരിഭവിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് LDF ആണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് UDFൻ്റെ തന്നെ ചില നേതാക്കന്മാർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് മുല്ലപ്പള്ളി കുറച്ചുനാൾ മുൻപ് പറഞ്ഞു, മൂന്നാം ഊഴത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. സ്ഥാനമൊഴിഞ്ഞ KPCC പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ വായിച്ചത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല, അത്രത്തോളം പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെല്ലാം LDFനെ ശക്തിയായി എതിർക്കുന്നവരാണ് രാഷ്ട്രീയ കാരണത്താൽ. പക്ഷേ അവർ പോലും ഈ മാറ്റം കാണുന്നുണ്ട്. അത് വസ്തുതയാണ്. അതിൻ്റെ കാരണം ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമം, അത് ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം മൂന്നാം ഊഴം LDFന് ലഭിക്കും എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ മൂന്നാം ഊഴത്തിലേക്കുള്ള ഒരു ആദ്യ പടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലേത്. ആ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. ആ നിറവോടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷാണ് ഇന്നിത് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് വേറിട്ട് നിന്നു. അത് സ്വരാജ് സമ്മതിച്ചോ എന്നായിരുന്നു. അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ചോദ്യത്തിന്റെ പുറകിൽ ഒരു ലാക്കുണ്ട്, ഒരു ദുഷ്ടലാക്കുണ്ട്. അത് അവിടെ LDF തോൽക്കും, UDF ജയിക്കും എന്നുറപ്പിച്ച ഒരാളുടെ ചോദ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം കെട്ടിപ്പടുക്കാനുള്ള ആദ്യത്തെ ശിലപാകലാണ്. ഇപ്പൊ തന്നെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ അത് ആരംഭിച്ചിരിക്കും, അവരുടെ സോഷ്യൽ മീഡിയ അത് ആരംഭിച്ചിരിക്കും. നാളത്തെ വലതുപക്ഷ മാധ്യമങ്ങളും അങ്ങനെ തന്നെ ചിത്രീകരിക്കും. പരാജയപ്പെടാനുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് സ്വരാജിനെ നിയോഗിച്ചിരിക്കുന്നതെന്ന്. ആ ചിത്രീകരണത്തെക്കുറിച്ച്, ആ പ്രചാരണ രീതിയെക്കുറിച്ച് എന്തു പറയൂ ഇപ്പോൾ? അത് സത്യത്തിൽ വളരെ ദുഷ്ടലാക്കുള്ള ഒരു പ്രചരണ തന്ത്രമാണ്, ഒരു ദുഷ്ടലാക്കുള്ള തന്ത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാനീ പറഞ്ഞൊരു പൊതുവായ സാമൂഹ്യ മാറ്റം വളരെ പ്രകടമാണ്. ഇപ്പോൾ UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരിൽ പോലും ഈ മാറ്റമുണ്ട്. അത് കാരണം വ്യക്തമാണ്. ഇപ്പോൾ UDF കേരളം ഭരിക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. പവർ കട്ട് ഉണ്ടായിരുന്നു. ആദ്യം അരമണിക്കൂർ, വൈദ്യുതി മന്ത്രി നിലമ്പൂരുമായിരുന്നു, അത് യാദൃശ്ചികം. ആദ്യം അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിത കട്ട്. പക്ഷേ ഇപ്പം നോക്കൂ, 9 വർഷമായി അതില്ല. അപ്പോൾ കൊച്ചിയുടെ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലെന്ന് കരുതി UDF ഗവൺമെൻറ് ഉപേക്ഷിച്ച പദ്ധതിയാണ്. ഈ ഗവൺമെൻറ് അത് യാഥാർത്ഥ്യമാക്കി. ഒട്ടേറെ ചെറുകിട വൈദ്യുത പദ്ധതികൾ കമ്മീഷൻ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. രാഷ്ട്രീയ കാരണം കൊണ്ട് LDFനെ എതിർക്കുന്ന ഒരാൾ പക്ഷേ പഴയ കാലം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. അവർ ഭരിച്ച കാലം, പവർ കട്ടുള്ള ഒരു കാലം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല. രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയം, പക്ഷേ
ഈ മാറ്റം അവർ സ്വീകരിക്കും. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ, സ്കൂളുകളിലെ മാറ്റത്തിൻ്റെ കാര്യത്തിൽ, ആശുപത്രികളിലെ മാറ്റത്തിൽ, ഇതിലൊക്കെ ഈ വസ്തുതയുണ്ട്. ഇതൊരു ഭാഗം. 2, നിലമ്പൂർ എന്ന മണ്ഡലം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പാർട്ടി ചിഹ്നത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും 2 നിലയിലും LDF വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പരാജയപ്പെട്ടിട്ടുമുണ്ട്, പക്ഷേ ഇങ്ങനെ വിജയിച്ച ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട്. ആ മണ്ഡലത്തിലെ ഈ ചരിത്ര വസ്തുതകളും ഒപ്പം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റവും എല്ലാം വെച്ച് നോക്കിയാൽ LDF വിജയിക്കുമെന്ന കാര്യം നിസ്സംശയമാണ്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് വരുത്താനുള്ളൊരു പരിശ്രമം നടക്കുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരു നിതാന്ത പ്രചരണം. ഒന്ന്, സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല, LDFന് സ്ഥാനാർത്ഥി ഇല്ല, സ്വരാജ് മത്സരിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ്. പാർട്ടിയുടെ ABCD അറിയുന്നവർ അങ്ങനെയൊന്നും പറയില്ല. ഒന്ന്, കേരളത്തിലെ ഒരു മണ്ഡലത്തിലും LDFന് സ്ഥാനാർത്ഥിയെ കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ജയിച്ചൊരു മണ്ഡലമാണത്. സുശക്തമായ പാർട്ടി സംവിധാനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ സാന്നിധ്യവും എല്ലാം ഉള്ളൊരു മണ്ഡലം, LDFൻ്റെ സിറ്റിംഗ് സീറ്റ്. പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകി, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതാരാണ് തീരുമാനിക്കേണ്ടത്? ഒരു ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവസാന സമയം തീരുമാനിച്ചിട്ടുള്ളത്. അത് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന സമയം 2-ാം തീയതിയാണ്. 2-ാം തീയതി വരെ ആർക്കും സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാം. LDF ഇതെല്ലാം മനസ്സിലാക്കി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി ആദ്യമേ തീരുമാനിച്ചു 30-ാം തീയതി നമ്മുടെ പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചു. അത് വേറൊന്നുമല്ല, 30-ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇക്കാര്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് വേറെ ദിവസം കൂടണ്ട, 30-ന് തന്നെ കൂടി നമുക്ക് പ്രഖ്യാപിക്കാം എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ പറയുന്നു ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. അതവരുടെ അവകാശം. ഞാനങ്ങനെ പറയണമെന്ന് കരുതിയതല്ല, എങ്കിലും അതിന് പിന്നിലും ഒരു നിവൃത്തികേടുണ്ട്. കാരണം ഒരു ദിവസം വൈകിയാൽ, ഇപ്പോൾ തന്നെ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു തുടങ്ങി, അപ്പോഴാണ് ഒരാളെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഒരു ദിവസം വൈകിയാൽ അത് കുറേ കൂടി മുന്നോട്ട് പോകും. പിന്നെ പിന്തിരിയാൻ പറ്റാത്ത സ്ഥിതി വരും, സംഘർഷങ്ങളുണ്ടാവും, കത്തിക്കുത്തുണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ പ്രഖ്യാപിക്കുക എന്നത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. LDFൽ ആ പ്രശ്നമില്ല. LDFൽ നല്ല ഐക്യം, നല്ല കെട്ടുറപ്പ്, ആരും സ്വമേധയാ വോട്ട് ചോദിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണ നിലയിലുള്ള സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ്. അപ്പോഴാണ് ഈ ദുഷ്ടലാക്കുള്ള ചോദ്യം, ഞാൻ സമ്മതിച്ചോ എന്ന്. അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു രീതി അറിയാത്തത് കൊണ്ടാണ്. CPIM പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനങ്ങൾ ഉത്തരവാദിത്തോടെ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരാണ്. എന്നെ ഇങ്ങനെ ഒരു ചുമതല പാർട്ടി ഏൽപ്പിച്ചു എന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്, ചാരിതാർത്ഥ്യമാണുള്ളത്. ഒപ്പം ചില ആളുകൾ രാവിലെ എന്നോട്, ചില പത്രക്കാർ ചോദിച്ചു, UDFൻ്റെ ചില നേതാക്കന്മാർ ഞാൻ അവിടെ മത്സരിക്കണം എന്നൊക്കെ പറയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞതൊരു പുതിയ കാര്യമാണ്, പക്ഷേ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനതിലൊരു പോസിറ്റീവായ കാര്യം കാണുന്നു. കാരണം അവർ പറയുന്നത് ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്നല്ല, അവരും പറയുകയാണ് ഇയാൾ നല്ല സ്ഥാനാർത്ഥിയാണ്, വേണം എന്ന് പറയുകയാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ചില തെറ്റായ പ്രതീതികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് വലതുപക്ഷം എന്തോ മേൽക്കൈ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുകയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ ശരിയായി തിരുത്തി കൊടുക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നിലമ്പൂർ ആ മണ്ഡലം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലം എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി തന്നെ വെടിയേറ്റു മരിച്ച ഒരു MLAയുടെ മണ്ഡലം സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലം. ആ കുഞ്ഞാലിയെ സഖാവ് കണ്ടിരിക്കില്ല, കാരണം ആ കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷമാണ് താങ്കൾ ജനിക്കുന്നത്. ആ കുഞ്ഞാലിയെക്കുറിച്ച് കേട്ടറിവുകളെങ്കിലും ഉണ്ടാകും, അതൊരു നിലമ്പൂർക്കാരന് നല്ല രീതിയിലുണ്ടാകും. ആ കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ താങ്കൾക്ക്, അദ്ദേഹം ഇരുന്ന കസേരയിലേക്ക് താങ്കൾക്ക് ചെല്ലാനുള്ള ഒരു അടയാളം പാർട്ടി തന്നിരിക്കുന്ന ആ ഘട്ടത്തിൽ എങ്ങനെ അനുസ്മരിക്കും? തീർച്ചയായും കുഞ്ഞാലി അദ്ദേഹം അറിയപ്പെടുന്നത് ഏറനാടൻ ചെഗുവേര എന്ന പേരിൽ, ഏറനാടിന്റെ വീരപുത്രൻ, വീരപുത്രൻ, ഏറനാടൻ ചെഗുവേര എന്നൊക്കെയാണ് വിളിക്കപ്പെടുന്നത്. അസാമാന്യമായ ധീരതയും ഇച്ഛാശക്തിയും നേതൃപാഠവും എല്ലാം ഉണ്ടായിരുന്ന ഒത്തിണങ്ങിയ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. 2 തവണ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു. അതിൽ ഒരു തവണ ജയിച്ചത് വോട്ട് ചോദിക്കാതെയാണ്, എന്ന് വെച്ചാൽ ജയിലിലാണ്. അദ്ദേഹത്തെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ചിരിക്കുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ചയാളാണ് കുഞ്ഞാലി. തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, കിഴക്കൻ ഏറനാടിൻ്റെ ഒരു പ്രത്യേകത, നിലമ്പൂർ ഉൾപ്പെടുന്ന കിഴക്കൻ ഏറനാടിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാലത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഈ തോട്ടമുടമകളുടെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ ഏറ്റവും പീഡനങ്ങളും യാതനകളും അനുഭവിച്ച ദരിദ്രരായി ജീവിക്കേണ്ടി വന്ന ഒന്നുമില്ലാത്ത നിസ്വരായ മനുഷ്യരായിരുന്നു. അവരുടെ കാണപ്പെട്ട ദൈവമായിരുന്നു കുഞ്ഞാലി.
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഓടിയെത്തും, അവരെ സംഘടിപ്പിക്കും, അവരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കും. നിലമ്പൂരിൽ നടന്ന ഭൂസമരങ്ങൾ, ആ ഭൂസമരങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക രേഖയിൽ ചിലപ്പോൾ വേറെ പേരായിരിക്കും, പക്ഷേ നാട്ടിലിറങ്ങി അന്വേഷിച്ചാൽ കുഞ്ഞാലി കോളനി എന്ന് പറയും. അമരമ്പലം പഞ്ചായത്തിൽ, പോത്തുകല്ല് പഞ്ചായത്തിലൊക്കെ ആ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭൂസമരത്തിന് നേതൃത്വം കൊടുത്ത് ദരിദ്രരും ഭൂരഹിതരുമായ സാധാരണ മനുഷ്യരെ സംഘടിപ്പിച്ച് സമരം നടത്തി അവർക്ക് ഭൂമി വാങ്ങിക്കൊടുത്ത സമരമാണ്. അങ്ങനെ സ്വന്തമായി ഭൂമി കിട്ടിയപ്പോൾ അവിടെ വാസമുറപ്പിച്ച മനുഷ്യർ കുഞ്ഞാലിയോടുള്ള ആദരസൂചകമായി കുഞ്ഞാലി കോളനി എന്ന് പേരിട്ടു. അപ്പോൾ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയെല്ലാമുള്ള ഐതിഹാസികമായ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച എല്ലാവരും ആദരിക്കുന്ന ഒരു മഹാനേതാവായിരുന്നു കുഞ്ഞാലി. അദ്ദേഹത്തെയാണ് വെടിവെച്ച് പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി, നിങ്ങൾ പറഞ്ഞ കൃത്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി കൊല്ലപ്പെട്ട ഒരു MLA കുഞ്ഞാലിയാണ്. 1969 ജൂലൈ 26 അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് INTUC ഓഫീസിൻ്റെ ജനലടികൾക്കിടയിലൂടെ നീട്ടിയ തോക്കുകൊണ്ടാണ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് കോൺഗ്രസ് സംഘം. അപ്പോൾ അത് നേതാക്കന്മാർ പ്രതികളായ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഈ ഒരു അനുഭവം മറ്റൊരിക്കലും വന്നിട്ടുണ്ട്. സാവ് പൗലോസ് CPIM-ൻ്റെ സജീവ ഊർജ്ജസ്വലനായ പ്രവർത്തകനായിരുന്നു. പൗലോസിനെ കുത്തിമലർത്തിയത് നിലമ്പൂരിൻ്റെ ഹൃദയഭൂമിയിലാണ്, ചെട്ടിയങ്ങാടിയിൽ വെച്ച്. ഇത്തരം അനുഭവങ്ങളെല്ലാം ഉള്ളൊരു മണ്ണാണ് നിലമ്പൂർ. വലിയ കർഷക തൊഴിലാളി സമരം, തോട്ടം തൊഴിലാളി സമരം, പാവപ്പെട്ട ഈ മനുഷ്യരുടെ സമരങ്ങളിലൂടെ അവകാശം പിടിച്ചു പറ്റിയ ചരിത്രം, അതിന് നേതൃത്വം കൊടുത്ത് അവരുടെ മഹാനായ നേതാവിനെ തന്നെ കൊന്നുകളഞ്ഞ അനുഭവം, ഇതെല്ലാം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണിപ്പോൾ 2025 എത്തി നിൽക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ ചരിത്രമെല്ലാം ഓർമ്മിക്കപ്പെടും, അയവിറക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കുഞ്ഞാലിയുടെ ചിഹ്നം അത് തന്നെയാണ് താങ്കളുടെയും അടയാളം, അരിവാൾ ചുറ്റിയ നക്ഷത്രം. ആ ചിഹ്നത്തിൽ ആ ജനത വോട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി പിളർന്ന ഉടനെ ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിലാണ് കുഞ്ഞാലി ആദ്യം ജയിക്കുന്നത്. രണ്ടാമത് ജയിച്ചത് ഒരു മഹാമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ്. അതിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനത കൂടിയാണത്. എങ്കിലും ആ ചിഹ്നം ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് നിലമ്പൂർ. മതം ചൊല്ലി, വിശ്വാസം ചൊല്ലി ഒക്കെ ആ ചിഹ്നം നമ്മൾ വോട്ട് ചെയ്തു കൂടാത്തതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടാവും. ഈ ചിഹ്നം വെച്ച് മത്സരിക്കുമ്പോൾ, ഈ ചിഹ്നമുള്ള ചെങ്കൊടി പിടിച്ച് മത്സരിക്കുമ്പോൾ അതിനെപ്പറ്റി എന്ത് പറയും? അത്തരത്തിലൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടെന്നാൽ കുഞ്ഞാലിയുടെ കാലത്തിന് ശേഷവും നിലമ്പൂരിലെ ജനങ്ങൾ, ഇപ്പോൾ ഞങ്ങളെല്ലാം സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഒരു കാലത്ത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലൊക്കെ പ്രവർത്തിക്കുന്നൊരു കാലത്താണ് 2004 പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ സഖാവ് TK ഹംസയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ TK ഹംസ സ്വതന്ത്ര ചിഹ്നത്തിലാണ് 82 അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്നവരുണ്ട്. സത്യമാണ്, 82 അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. പക്ഷേ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ നാവായി പൊരുതി അദ്ദേഹം CPIM-ൻ്റെ അംഗമായി, നേതാവായി ഉയർന്നു വന്നു. അങ്ങനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം വരെ ആയി പ്രവർത്തിച്ച് പിന്നെ അദ്ദേഹം പ്രായത്തിൻ്റെ മറ്റും ചില പ്രായോഗിക പ്രയാസങ്ങൾ വന്നപ്പോഴാണ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ആവേശത്തോടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്ന ഒരു പോരാളിയായി നിലകൊള്ളുകയാണ്. അദ്ദേഹം 2004 മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിലാണ്. അപ്പോഴേക്കും അദ്ദേഹം CPM-ൻ്റെ നേതാവായി പാർലമെൻറ്റിലേക്ക് ചരിത്ര വിജയം നേടി. അന്ന് ഈ നിലമ്പൂർ അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം കൊടുത്തു. അപ്പോൾ കുഞ്ഞാലിക്ക് ശേഷവും പാർലമെൻറ്റ് ഇലക്ഷനിലാണെങ്കിലും ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ചരിത്രവും ഈ നിലമ്പൂരിന് തന്നെയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഈ ദുഷ്പ്രചരണങ്ങൾ, അത്തരത്തിലുള്ള വഴിതെറ്റിയ കുതന്ത്രങ്ങളൊന്നും ഫലിക്കില്ല. ഇടതുപക്ഷത്തെ CPIM-നെയൊക്കെ ജനങ്ങൾ ശരിയായി വിലയിരുത്തുന്നുണ്ട്. ഉറച്ച മതനിരപേക്ഷ നിലപാടും ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യൻ്റെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്, എല്ലാ വിശ്വാസികളുടെയും കാഴ്ചപ്പാടുകളെ സംരക്ഷിക്കുന്ന നിലപാടൊക്കെ CPIM സ്വീകരിക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ CPIM-നെ വിശ്വസിക്കാം എന്നും എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടി ചിഹ്നം, സ്വതന്ത്ര ചിഹ്നം തുടങ്ങിയ ചർച്ചകൾക്കൊന്നും നിലമ്പൂരിൽ ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. നിലമ്പൂരുകാരനാണ് താങ്കൾ. നിലമ്പൂർ എന്താണെന്ന് താങ്കൾക്കറിയാം. ആ താങ്കൾക്കറിയുന്ന നിലമ്പൂരിന് എന്താണ് ഈ കാലത്ത് വേണ്ടത്? നിലമ്പൂരിൻ്റെ ആവശ്യങ്ങൾ എന്താണ്? നിലമ്പൂരിന് വേണ്ടി കിട്ടേണ്ടത് എന്താണ്? അതെ, നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ദീർഘകാലം. ഞാൻ ജനിച്ചു വളർന്നത്, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഭാഗം എല്ലാം നിലമ്പൂരിലാണ്. അതുതന്നെ പിന്നെ മറ്റ് ചില സാഹചര്യങ്ങളെ തുടർന്ന് നിലമ്പൂരിൻ്റെ പല ഭാഗങ്ങളിൽ താമസിക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരുമായിട്ട് ആ നിലയിലുള്ളൊരു ആത്മബന്ധം ഉണ്ട്. നമ്മുടെ നാട്ടുകാർ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സൗഹൃദമുള്ളവരാണ്, വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഉൾപ്പെടെയുള്ളവർ. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഒരു നീണ്ട കാലയളവ് UDF ആയിരുന്നു ജയിച്ചത്. LDF ഇടയ്ക്ക് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്, പക്ഷെ ഒരു നീണ്ട കാലയളവ് UDF ആയിരുന്നു. പക്ഷേ ആ നിലയിൽ നിലമ്പൂരിനോട് നീതി പുലർത്താൻ UDFന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളുമായി എടുത്ത് പരിശോധിച്ചാൽ നിലമ്പൂർ ഇപ്പോഴും ഒരിത്തിരി പുറകിലാണ്. അപ്പം നിലമ്പൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അടിയന്തരമായും ഏറ്റെടുക്കാൻ സാധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും തൊട്ടു മുൻപുള്ള LDF ഗവൺമെൻറ്റും വന്നപ്പോൾ കുറേയേറെ മാറ്റങ്ങളുണ്ടായി, കുറേ പദ്ധതികളുണ്ടായി, പല അസാധ്യമെന്ന് കരുതിയതിനും ജീവൻ വെച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം ലക്ഷ്യത്തിലെത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിലമ്പൂരിനുണ്ട്. ഒപ്പം നിലമ്പൂരിലെ ജനങ്ങൾ സെക്കുലറാണ്. ആ മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ കാലത്ത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കോൺഗ്രസ് ആണ് പ്രധാന എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് പ്രധാനമായി എതിർക്കുന്നത്. കോൺഗ്രസിൻ്റെ അണികൾ പലതരത്തിലുള്ള വികാരത്തിൽ പെട്ടാണ് നിൽക്കുന്നത്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന DCC പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രകാശിൻ്റെ മകൾ ഒരു FB പോസ്റ്റ് ഇട്ടുകൊണ്ട് അച്ഛനോടുള്ള വികാരം ഇപ്പോൾ പ്രവർത്തിക്കും നിലമ്പൂരിൽ എന്ന അർത്ഥസൂചന നൽകിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രകാശിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ് അർത്ഥം. അവർ താങ്കൾക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ടോ? അവരുടെ വോട്ട് താങ്കൾ അഭ്യർത്ഥിക്കും? ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി വന്ന സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു കമൻറ്റിലേക്ക് പോകുന്നില്ല. കാരണം എല്ലാ വിഭാഗം ആളുകളോടും ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ VV പ്രകാശ് എനിക്ക് വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്നൊരു നേതാവ് കൂടിയാണ്. അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും ദീർഘകാലമായിട്ട് എനിക്ക് പരിചയവും സൗഹൃദവും ഉള്ള ആളാണ്. ഒന്നും പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല, കണക്കാക്കുന്നില്ല. VV പ്രകാശ് പ്രത്യേകിച്ചും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹവുമായി ചെലവഴിച്ച സമയമൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഞാനും കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോഴൊരു കമൻറ്റ് നടത്തുന്നില്ല. കാരണം അത് കോൺഗ്രസിനകത്തെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ തുല്യ ബഹുമാനത്തോടെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെയും കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നവും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടില്ല. ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ചർച്ചകൾ കാര്യങ്ങളെല്ലാം സജീവമാണ് എന്ന് എനിക്കും അറിയാം. അതെല്ലാം നിലമ്പൂരിൽ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഏത് നിലയിൽ അത്തരം കാര്യങ്ങൾ വരുമെന്ന് ഞാനൊരു പ്രവചനത്തിനൊന്നും മുതിരുന്നില്ല. ഞാൻ എല്ലാ വിഭാഗം ആളുകളോടും കക്ഷി രാഷ്ട്രീയത്തിന് തന്നെ അതീതമായി വിശാലമായ നാടിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തി LDFന് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ മുൻ MLA അൻവറെ കുറിച്ചും താങ്കൾ ഇതുപോലെ ഉള്ള പരാമർശങ്ങൾ ആണ് നടത്തിയത്. അദ്ദേഹം കോൺഗ്രസിനാൽ കബളിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഇതല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. വിശദീകരിക്കേണ്ടതുണ്ടോ അതിനുള്ള സന്ദർഭമാണ്? അതെ, ഞാൻ അങ്ങനെ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. കബളിപ്പിക്കപ്പെട്ടു. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ സൗഹൃദമുള്ള ആളാണ് കേട്ടോ. നമുക്ക് ശത്രുതയൊന്നുമില്ല. നിലപാടുകളിൽ വിയോജിപ്പും അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കടന്നു വന്നത് ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പ്രേരണയും അവരുടെ സമ്മർദ്ദവും എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ നാട്ടിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കരുതാനാവുക. അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളോട്. അദ്ദേഹം വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ വലിയ പ്രയാസത്തോടു കൂടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ്. ജനാധിപത്യത്തിൽ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർത്തുന്നവരെ ഇത്തരത്തിലൊരു പതനത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നതൊന്നും ശരിയല്ല. അത് കോൺഗ്രസ് പഠിക്കേണ്ടതാണ്. അവരിപ്പോൾ ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. BJPയെ കുറിച്ച് കൂടി ചോദിക്കണം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഒരു സന്ദേശം കൊടുത്തു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമല്ല, നിലമ്പൂരിൽ മത്സരിക്കുന്നത് പ്രധാനമല്ല എന്ന്. അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന പ്രചാരണം പോലും അവർ പരോക്ഷമായി നടത്തിയ ദിവസങ്ങളുണ്ടായിരുന്നു.
ഇപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാവും, പേരിനൊരു സ്ഥാനാർത്ഥി ആയിരിക്കും, BDJS അത് ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെയുള്ള നില. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ ഭരണകക്ഷി ഇങ്ങനൊരു നയം സ്വീകരിക്കുമ്പോൾ അത് എന്തൊരു രാഷ്ട്രീയ കാഴ്ചയാണ്? എന്തൊക്കെയാണ് അത്? തീർച്ചയായും അത് അവരുടെ ഒരു കുടിലതന്ത്രമാണ്. ഏതൊരാൾക്കും അറിയാം. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചില്ലല്ലോ, പക്ഷേ എല്ലായിടത്തും മത്സരിച്ചല്ലോ അവർ. അവർക്കെത്ര വോട്ടുണ്ടോ എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കാതിരിക്കുന്ന ഒരു നില ഇപ്പോൾ BJPക്കില്ല. എല്ലായിടത്തും മത്സരിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, നിലമ്പൂരിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ രണ്ട് അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത് വളരെ വിചിത്രമാണ്. അത് ഇടതുപക്ഷത്തിനെതിരായ ഒരു അവിശുദ്ധ മഴവിൽ സഖ്യത്തിൻ്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. സാധാരണക്കാരായ ജനങ്ങളുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുകയും വളഞ്ഞ വഴിയിലൂടെ നീങ്ങുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തും. ഇത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ചോദ്യങ്ങളെ അവർ നേരിടേണ്ടി വരും. അവരുടെ മനസ്സിലും അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരും. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളെയും അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും ഒന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാര്യം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആ ജനം ചരിത്രം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്കൾ പറഞ്ഞ സമയം അവസാനിച്ചു. അവസാനത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എന്തു പറഞ്ഞുകൊണ്ടാണ് താങ്കൾ വോട്ട് ചോദിക്കുക? ഒപ്പം തന്നെ താങ്കളുടെ പ്രചാരണത്തിൽ ഹൃദയം കൊണ്ട് പങ്കാളികളാവുന്ന ഒരുപാട് പേർ ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികൾക്കിടയിൽ ഉണ്ടാവും. അവരോട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ താങ്കൾ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് സന്ദേശമായിട്ട് കൊടുക്കുന്നത്? ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്നത് കേരളം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു നാടായി മാറണം. അതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർ കട്ടില്ലാത്ത മികച്ച സ്കൂളുകളുള്ള, നല്ല ആശുപത്രികളുള്ള, ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ കഴിയുന്ന, സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും 100 പൂക്കൾ വിടരുന്ന ഒരു നാടായി കേരളത്തെ ഉയർത്തിയെടുക്കാനുള്ള പരിശ്രമമാണ്. നമ്മൾ ഏറെ ദൂരം മുന്നോട്ട് പോയി, ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. അതിന് വീണ്ടും ഒരു തുടർ ഭരണം കേരളത്തിൽ ആവശ്യവുമാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്, ചില പ്രത്യേക പ്രതിസന്ധിയുടെയൊക്കെ ഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ആകെ കുളമാകുമായിരുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ പിന്നെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മളങ്ങനെ പേര് പറയാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമമാണ് LDF നടത്തുന്നത്. അതിനെ പിന്തുണയ്ക്കണം. നമുക്ക് കൂടുതൽ നല്ലൊരു കേരളം വേണം, കൂടുതൽ നല്ലൊരു നിലമ്പൂര് വേണം, കൂടുതൽ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. എല്ലാ മനുഷ്യരോടും നീതി ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. മതനിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കണം. നല്ല ഒരു കേരളം, നല്ല ഒരു നിലമ്പൂർ കെട്ടിപ്പടുക്കാനുള്ള LDFൻ്റെ പരിശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാവണം വിധിയെഴുത്ത്. അതിന് LDF വിജയിക്കേണ്ടതുണ്ട്. അതിന് ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ നാടിൻ്റെ വിശാല താല്പര്യങ്ങളെ കരുതി LDFനെ വിജയിപ്പിക്കണം. എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു പരിഗണനകൾക്കും അതീതമായി നാടിൻ്റെ പിന്തുണയുണ്ടാവണം എന്ന് എളിമയോടെ അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. വളരെ നന്ദി സഖാവേ. താങ്കൾക്ക് എല്ലാ ആശംസകളും. നന്ദി.